ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് ചെമ്പരത്തിപ്പൂ ഇലയും കിട്ടിയപ്പോൾ ഒരു താളി സെറ്റാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചെമ്പരത്തിപ്പൂവും ഇലയും ഞാനൊന്ന് വെള്ളം നനച്ച് കഴുകി എടുക്കുകയാണ്. ചെമ്പരത്തിപ്പൂവും ഇലയും ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പണ്ടുള്ളവരൊക്കെ ഈ മിക്സിയുടെ ജാറൊന്നും ഉപയോഗിച്ചിട്ടല്ലായിരുന്നു തയ്യാറാക്കി എടുക്കുന്നത്. കല്ലിലൊക്കെ ഇട്ട് ഉരച്ചെടുക്കാറായിരുന്നു പതിവ്. ഇപ്പൊ പിന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലാണല്ലോ അരയ്ക്കാറ്. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് താളി ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തില് അരച്ച് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് വെള്ള തുണി വിരിച്ചിട്ട് അതിലേക്ക് താളിയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതേ രീതിയിൽ അരിച്ചെടുത്താൽ മതി. ഞാനിപ്പോ ഇവിടെ എന്തായാലും ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ചിലര് അരിച്ചെടുക്കാതെയും ഇതുപോലെ ആടിച്ചെടുത്തിട്ട് തലയിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ പലരും പല രീതിയിലൊക്കെയാണല്ലോ ചെയ്യുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അതാ താളി അരിച്ചെടുത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ മുടിയൊക്കെ ചീവി ഉടക്കൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഒന്നുകൂടെ കൈകൊണ്ട് ഉടക്കൊക്കെ ഒന്ന് എടുത്തതാണ്. എന്റെ മുടിയുടെ ഈ ഒരു അവസ്ഥ കണ്ടാൽ അറിയാം എത്രത്തോളം മുടി ഡാമേജ് ആണെന്ന്. അത് മാത്രമല്ല, എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോളും ഉണ്ട്. നേരത്തെ ഒരു പ്രാവശ്യം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഹെയർ ആണ് എന്റേത്. ആഫ്റ്റർ കെയറിങ്ങിലൊക്കെ ഞാൻ വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ എന്റെ മുടി നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട്. ഈ ചെമ്പരത്തി താളി ഞാൻ തലയിൽ ഉപയോഗിച്ചിട്ട് കുറെ വർഷങ്ങളായി കാണും. മുടിയിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്ന സ്ഥിതിക്ക് ഇതൊന്ന് ഉപയോഗിച്ച് തുടങ്ങാമെന്ന് തന്നെ കരുതി. മുടിയുടെ സ്കാൽപ്പിലേക്ക് ഞാൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താളി തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹെയർ ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ കുറച്ച് ഓയിൽ തേച്ച് മുടി ഒന്ന് റെഡി ആക്കിയിട്ട് വേണം താളി അപ്ലൈ ചെയ്യാൻ. എല്ലാ വീക്സിലും ഒരു തവണയെങ്കിലും യൂസ് ചെയ്യാനായിട്ട് നോക്കണം. മുടികൊഴിച്ചിലും താരനും ഒക്കെ മാറി ഹെൽത്തി ആയിട്ട് തന്നെ മുടി വളർന്നോളും. വേറെ കെമിക്കൽസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. താളി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. എന്നിട്ട് നോർമൽ വാട്ടർ വാഷ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.